സംസ്ഥാനത്തിന്റെ 23ാമത് ഗവർണറായി നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് തലസ്ഥാനത്തെത്തും. വൈകിട്ട് 5-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. വിവരങ്ങൾ വിഷ്ണു കരുണാകരനാണ് നൽകുന്നത്. വിഷ്ണു, സംസ്ഥാനത്തിന്റെ 23ാമത് ഗവർണറായാണ് ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തുന്നത്. അദ്ദേഹം ഇന്ന് തലസ്ഥാനത്തെത്തും. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? അതിനായി ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് വിമാനത്താവളത്തിൽ എത്തുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇനി 23ാമത് ഗവർണറായി, കേരള ഗവർണറായി ചുമതലയേൽക്കാൻ പോവുകയാണ്. ഇന്ന് തലസ്ഥാനത്തെത്തുന്ന അദ്ദേഹത്തിന് നാളെയാണ് ഗവർണറായി ചുമതലയേൽക്കുന്നത്. അദ്ദേഹം ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തുടനീളം തന്നെ ദുഃഖാചരണം നിലനിൽക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ നാളെയാണ് സത്യപ്രതിജ്ഞയുള്ളത്. നേരത്തെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ 29ാം തീയതി തന്നെ ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും മടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ഗവർണറായി ചുമതലയേൽക്കാൻ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ തലസ്ഥാനത്ത് എത്തും. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരടക്കം, സ്പീക്കർ എൻ ഷംസീർ അടക്കമുള്ളവർ സ്വീകരിക്കാൻ എത്തും. അതിനുശേഷം നാളെയാണ് സ്ഥാനത്തേക്ക് വരുന്നത്. നാളെ മുതൽ ഗവർണർ അധികാരത്തിൽ വരും. കേരളത്തിന്റെ 23ാമത് ഗവർണറായാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ സർക്കാരുമായുള്ള പഴയ ഗവർണറിന്റെ പോര് പോലെയാണോ ഇത്തവണ ഉണ്ടാവുക, പുതിയ ഗവർണർ എങ്ങനെയൊക്കെയാണ് നീക്കങ്ങൾ നടത്തുക എന്നുള്ളത് ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഒരു ഗവർണറായി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഗവർണർ എത്രത്തോളം അടുത്താണ് സംസ്ഥാന സർക്കാരുമായി നിൽക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കാണേണ്ടിയിരിക്കുന്നു. നാളെ അധികാരത്തിലേൽക്കുന്നത് മുതൽ പുതിയ ഗവർണറാണ് ഇനി ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം പുതിയ രാജേന്ദ്ര അർലേക്കറാണ് ഇനി കേരളത്തിന്റെ ഗവർണറായി നിലനിൽക്കുന്നത്. തീർച്ചയായും വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.